സാർ, ഞാൻ എന്റെ ജോലി തിരക്കില്ല, ഞാൻ തിരിച്ചു വിളിക്കാം സാർ. ഹലോ, മിനി. എന്താ ആള് നല്ല ചൂടിലാന്ന് തോന്നുന്നു, ഒന്ന് വിളിച്ചൂടെ? ഇടയ്ക്കിടയ്ക്ക് കാണുമായിരുന്നു, ഇപ്പൊ അതുപോലും ഇല്ല. എനിക്ക് കാണണം. ഹായ്. എന്താ, എന്തെങ്കിലും നേർച്ചയാണോ ഇങ്ങനെ പൊളക്കുന്ന വെയില് കുത്തിയിരിക്കാൻ? പുറകെ നടന്നുകൊണ്ടിരുന്ന ആളാ, പെട്ടെന്ന് എല്ലാം നിന്നുപോയി. എന്താ പ്രശ്നം? ഒന്നുമില്ല മിനി, അത് ചെറിയ ഫിനാൻസിന്റെ പ്രശ്നം. എന്തേ, പെണ്ണ് കാണാൻ പോകുമ്പോ ഒരുപാട് ചെലവാവൂന്ന് ആരെങ്കിലും പറഞ്ഞായിരുന്നോ? പിശുക്കൻ. നിനക്കൊക്കെ പെൺകുഞ്ഞ ഉണ്ടാവും. ആണോ? ആരെ നോക്കുന്നു? ഒന്നുമില്ല. ഹലോ, ആ പറയടി. എവിടെയാടി? ഞാൻ വീട്ടിലാ. നീ എപ്പോഴാ പോയത്? ഞാൻ അപ്പോഴേ ഓഫീസ് ക്യാബിൽ പോകുന്നല്ലോ. ഞാൻ നിന്നോട് എന്താ പറഞ്ഞു? ഷോപ്പിങ്ങിന് പോവാന്ന് പറഞ്ഞല്ലേ? നീ മറന്നോ? ഞാൻ ഡിന്നർ കഴിക്കാൻ പുറത്തു പോവാ. നിങ്ങളും വരുന്നുണ്ടോ? വരാം. ഒരു 2 minutes. ഞാൻ ഡ്രസ്സ് മാറ്റിയിട്ട് വരാം. ആ, ഓക്കെ. നീ കഴിക്കുന്നില്ലേ? ഞാൻ എപ്പോ വേണമെങ്കിൽ കഴിച്ചോളാം, പക്ഷെ നീ കഴിക്കുന്ന ഭംഗി അതെനിക്ക് മിസ് ചെയ്യണ്ട. എവിടെയാടുള്ള? ജാമു? ഇല്ല, വേണ്ട. ശരി, ഞാൻ തിരിച്ചു വിളിക്കാൻ വെക്കേ. ആരാ? അല്ല, ജസ്റ്റ് ഫ്രണ്ടാ. എന്തുപറ്റി? ബാങ്കിൽ നിന്നാണ് കോള്. എപ്പോൾ നോക്കിയാലും കാർ ലോൺ വേണോ ബൈക്ക് ലോൺ വേണോ എന്ന് ചോദിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ടേയിരിക്കും. എനിക്ക് കടം വാങ്ങിക്കാൻ ഇഷ്ടമല്ല മിനി. ഇൻബ, ഞാൻ നിന്നോടൊന്ന് ചോദിച്ചോട്ടെ? 2-3 പ്രാവശ്യം പൂട്ടിയിട്ട് വീടിൻ്റെ മതിൽ ചാടിക്കിടക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. ഇഫ് യു ഡോണ്ട് മൈൻഡ്, എന്താ പ്രശ്നമെന്ന് എന്നോട് പറഞ്ഞൂടെ? ഇതെന്റെ വീടാ. അച്ഛന്റെ അമ്മയോടും ഒപ്പം ഞാൻ താമസിച്ച വീട്. പക്ഷേ ഇതിപ്പോ ഞങ്ങളുടെ അല്ല. ഇതാ ഞങ്ങളുടെ ഗാർഡൻ. ഈ ലോകത്ത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാന്ന് ചോദിച്ചാ ഞാൻ ഇതാന്നേ പറയൂ. നിങ്ങൾക്കൊരു കാര്യം അറിയോ? അന്നൊക്കെ ചെന്നൈ സിറ്റിയിൽ ബട്ടർഫ്ലൈസ് ഇല്ലായിരുന്നു. എന്നാൽ ഞങ്ങളുടെ ഈ ഗാർഡനില് ഒരുപാട് ബട്ടർഫ്ലൈസ് ഉണ്ടായിരുന്നു. ഇവിടെയാണ് ഞാനും എന്റെ ഫ്രണ്ട്സും എല്ലാവരും ഒരുമിച്ച് കളിച്ചിരുന്നത്. ഞാനെന്തിനു മതിൽ ചാടിയെന്ന് ചോദിച്ചില്ലേ? എന്റെ ഈ വീട് ഇപ്പൊ ബാങ്കിന്റെ കസ്റ്റഡിയിലാ. അച്ഛൻ പണയം വെച്ചതാ. 45 lakhs ഉണ്ടെങ്കിൽ എന്റെ വീട് എനിക്ക് കിട്ടും. പക്ഷേ ഈ വീട് November 26 ലേലം വിളിക്കാൻ പോവാ. എന്റെ മുഴുവൻ സന്തോഷവും ഈ വീട്ടിലാണുള്ളത്. അച്ഛനാ, സംസാരിച്ചേ മതിയാവൂ. ആ പറയാച്ചാ. നീ എവിടെയാ? ദാ ഇപ്പഴാ ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങിയത്. അതെയോ മോളെ, ഞാൻ നാളെ രാവിലെ വരത്തുള്ളൂ. എനിക്ക് രാത്രി വരാൻ പറ്റില്ല. ഫ്രിഡ്ജിൽ പാലുണ്ട്, അത് കാച്ചി കുടിച്ചോളാം മോളെ, മറക്കല്ലേ? ഞാൻ കുടിച്ചോളാം. പിന്നെ
ഗ്യാസ് ഓഫ് ചെയ്യാൻ മറക്കരുത്. നോക്കിക്കോളാം അച്ഛാ. രാത്രി സൂക്ഷിക്കണേ. അച്ഛാ ഒന്ന് ഞാൻ മതിയാക്ക്. രാവിലെ എത്തും മോളെ. പിന്നെ ആ വാതില് നന്നായിട്ട് പൂട്ടണം കേട്ടോ. നിനക്ക് മനസ്സിലായോ? അച്ഛാ ഞാൻ പൂട്ടിക്കോളാം. ശരി ബൈ. ബൈ. ഗുഡ് നൈറ്റ് മോളെ. ഗുഡ് നൈറ്റ്. വീട്ടിലാരുമില്ലേ? ഇല്ല, ക്യാമ്പിലേക്ക് പോയിരിക്കാം. ഓക്കെ ബൈ. ബൈ. ബാക്ക് ഡോർ പൂട്ടിട്ടുണ്ടോന്ന് നോക്കിക്കോ. താങ്ക്സ്. പോവാണല്ലോ. പാല് കാച്ചി കുടിക്കാൻ മറക്കണ്ട കേട്ടോ. താങ്ക്സ്. വീട്ടില് വേറെ ആരുമില്ല, പിന്നെ നീ ഒറ്റയ്ക്കാണല്ലോ. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. നിനക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഒരു കപ്പ് ചായ കിട്ടുമോ? കിട്ടില്ല. കോഫി വേണമെങ്കിൽ കിട്ടും. എലി കുടുങ്ങിയോ? എലി കുടുങ്ങിയ പിന്നെ ഒരു മിനിറ്റ് പോലും ഞാൻ ഇവിടെ നിൽക്കില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ പറ, ഞാൻ ഇവിടുന്ന് പോയേക്കാം. ആ എലി എപ്പോഴാ കുടുങ്ങാന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തോണ്ടിരിക്കായിരുന്നു. കറക്റ്റ് സമയത്ത് തന്നെ കുടുങ്ങി. ഇൻബ, നാളെ ഞാൻ വെക്കേറ്റ് ചെയ്തോളാം. പോകണ്ട, ഇവിടെ തന്നെ താമസിക്കുന്ന പറഞ്ഞൂടെ? ഇൻബ, നാളെ എനിക്ക് ഓഫീസിൽ നിന്ന് ലീവ് കിട്ടില്ല. ഞാനിപ്പോ തന്നെ വെക്കേറ്റ് ചെയ്തോളാം. അത് നിങ്ങളുടെ ഇഷ്ടം. Come in. ഇരിക്ക്, ഞാനിപ്പോ വരാം. ഓക്കെ. ഇവള് ഉദ്ദേശിച്ച പോലെയല്ല. ഇത് ഉയരല്ലേ? സൂപ്പർ സോങ് ആണ്. ഷാറൂഖിനും പ്രീതിക്കും നല്ല കെമിസ്ട്രി ആയിരുന്നു. ആ സോങ് പോലും കേൾക്കാൻ നല്ല ഫീലിംഗ് ആയിരിക്കും. കൊള്ളാലോ, പഴയതൊക്കെ നല്ല അറിഞ്ഞു വെച്ചിരിക്കുകയാണല്ലോ. എനിക്ക് ഷാറൂഖ് എന്ന് പറഞ്ഞ ജീവനാ. ഇവളാള് കൊള്ളാലോ. അവൻ സംസാരിച്ച് അടുക്കള വരെ എത്തിയല്ലോ. ഏയ്, നീ എന്താ ആലോചിച്ച? തെറ്റായിട്ട് എന്തോ ആലോചിച്ച? ഞാൻ അങ്ങനെയൊന്നും ആലോചിച്ചിട്ടില്ല. നിന്റെ മുഖം കണ്ടാൽ തന്നെ അറിയാലോ നീ എന്താ ആലോചിച്ചിട്ട് എങ്ങനെ പെട്ടെന്ന് തിരിഞ്ഞെന്ന് എനിക്ക് മനസ്സിലായി. അതെങ്ങനെ എന്നെ കണ്ടിട്ട് അങ്ങനെ ആലോചിക്കാൻ തോന്നിയത് നിനക്ക്? ഒരു പെണ്ണിന്റെ കൂടെ ഒരു പയ്യൻ വീട്ടിൽ തനിച്ചാണെങ്കിൽ നീ വിചാരിക്കുന്ന പോലെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെയില്ല. വലിയ വീമ്പിളക്കിയതാണല്ലോ. ഞാൻ അങ്ങനെയൊന്നും അല്ലെന്ന്. അപ്പൊ ഇതെന്താ?
എന്താ ആലോചിക്കുന്നത്? ലൈറ്റ് കണ്ടുപിടിച്ച എഡിസനോട് ദേഷ്യം വരുന്നു. ഇപ്പൊ പോകുന്നതായിരിക്കും അതിന്റെ ശരി. എനിക്കും അതന്നെയാ തോന്നുന്നത്.